മൊഡ്യൂൾ നമ്പർ 3 സെക്ഷൻ ഓഫ് സോളിഡ്സ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് സർഫസസ്. അതിൽ സെക്ഷൻ ഓഫ് സോളിഡ് ഇത് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അത് ഓൾമോസ്റ്റ് സിമിലർ ക്വസ്റ്റ്യൻ തന്നെയാണ് വന്നിരിക്കുന്നത്. അതിൽ 30 ഡിഗ്രി ഇൻക്ലൈൻഡ് ആണ് പ്രിസം, ഇവിടെ അത് ഈക്വലി ഇൻക്ലൈൻഡ് 45 ഡിഗ്രി ആണെന്ന് മാത്രം. ഇതൊരു ഡയറക്റ്റ് നോർമൽ ക്വസ്റ്റ്യൻ ആണ്. അതേപോലെ ഇതിൻ്റെ ഓപ്ഷനായി വന്നിരിക്കുന്നത് ഡെവലപ്മെൻറ്റിൽ ഒരു ഹെക്സഗണൽ പിരമിഡിൻ്റെ ഡെവലപ്മെൻറ്റ് മാത്രമാണ്. വളരെ സിമ്പിളാണ് ആ ക്വസ്റ്റ്യൻ. അവിടെ സെക്ഷനോ ഒന്നും ചോദിച്ചില്ല. യൂഷ്വലി സെക്ഷൻ ചെയ്ത സോളിഡ്സിൻ്റെ ഡെവലപ്മെൻറ്റോ അല്ലെങ്കിൽ ഷോർട്ടസ്റ്റ് പാത്ത് പ്രോബ്ലം അല്ലെങ്കിൽ ഹോൾസ് ഉള്ള സോളിഡ്സിൻ്റെ ഡെവലപ്മെൻറ്റ് ഇതൊക്കെയാണ് ചോദിക്കാറ്. ബട്ട് ഇത് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. രണ്ട് ക്വസ്റ്റ്യൻ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന തന്നെയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 5, എ സ്ക്വയർ പ്രിസം ഓഫ് ബേസ് സൈഡ് 30 mm ആൻഡ് ഹൈറ്റ് 75 mm റെസ്റ്റ് ഓൺ ദ HP on its base with two of its rectangular faces equally inclined to VP. It is cut by a plane perpendicular to VP and inclined at 60 degree to HP, meeting the axis at 15 mm from the top. Draw its elevation, sectional plan and true shape of the section. ഇവിടെ ഒരു സ്ക്വയർ പ്രിസത്തിനെ ഓക്സിലറി ഇൻക്ലൈൻ സെക്ഷൻ പ്ലെയിൻ യൂസ് ചെയ്ത് കട്ട് ചെയ്യുന്ന പ്രോബ്ലമാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെയും യൂഷ്വലി ഹൈറ്റ് 60 വരുമ്പോൾ ഇവിടെ 75 വന്നിട്ടുണ്ട്. അതുകൊണ്ട് ചിലർക്ക് ട്രൂ ഷേപ്പ് വരയ്ക്കാൻ ഇവിടെ സ്പേസ് കിട്ടിയിട്ടുണ്ടാവില്ല. അങ്ങനെ കിട്ടിയില്ലെങ്കിൽ പാരലായിട്ട് ഇവിടെ വരച്ചാൽ മതി. സ്ക്വയർ പ്രിസം റെസ്റ്റിംഗ് ഓൺ ഇറ്റ്സ് ബേസ് ഓൺ HP സച്ച് ദാറ്റ് ടു ഓഫ് ഇറ്റ്സ് ബേസ് എഡ്ജസ് ആർ ഈക്വലി ഇൻക്ലൈൻഡ് VP. അതായത് ഈ രണ്ട് ബേസ് എഡ്ജസും VP ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ സെയിം ആണ്. ദാറ്റ് മീൻസ് ഈ രണ്ട് ബേസ് എഡ്ജസും XY ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ സെയിം ആണ്. അങ്ങനെ വരുമ്പോൾ ഈ ആംഗിൾ 90 ഡിഗ്രി, അപ്പോൾ ഈ ആംഗിൾ 45 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ 45 ഡിഗ്രിയിൽ ഒരു ലൈൻ വരച്ചിട്ട് അതിൽ 30 mm സൈഡിൽ സ്ക്വയർ കംപ്ലീറ്റ് ചെയ്യാം. ഇത് ഫ്രണ്ട് വ്യൂ റെക്റ്റാങ്കിളാണ്. റെക്റ്റാങ്കിൾ കംപ്ലീറ്റ് ചെയ്യാം. ഇങ്ങനെ വരച്ച് പോയവരുണ്ടാവും. അതായത് 1 ബേസ് എഡ്ജ് പാരലൽ ടു VP. അങ്ങനെ വരുമ്പോൾ ആൻസർ തെറ്റാണ്. സെക്ഷൻ ലൈൻ ഓക്കെ ആണെങ്കിൽ അതിൻ്റെ ഒരു 3 മാർക്സ് വേണമെങ്കിൽ കൊടുക്കാം. 0 കിട്ടിയാലും ഒന്നും പറയാൻ പറ്റില്ല. അത് ആൻസർ കീനെ ഡിപ്പെൻഡ് ചെയ്യും. ലാസ്റ്റ് ആൻസർ കീയിൽ ഈ രീതിയിൽ വരച്ച് മുഴുവൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ് ടു 7 മാർക്ക് വരെ കൊടുക്കാം എന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ മാർക്ക് കിട്ടും. ഇല്ലെങ്കിൽ 0 മുതൽ ഈ 7 വരെ ഉള്ള ഒരു മാർക്കായിരിക്കും കിട്ടുക. നെക്സ്റ്റ് ഇവിടെ തന്നിരിക്കുന്നത് സെക്ഷൻ പ്ലെയിൻ ഇൻക്ലൈൻ ടു HP ആൻഡ് പെർപെൻഡിക്കുലർ ടു VP ആണ്. ദാറ്റ് മീൻസ് ഫ്രണ്ട് വ്യൂവിലാണ് സെക്ഷൻ ലൈൻ കാണുക. അത് മേക്ക് ചെയ്യുന്ന ആംഗിൾ 60 ഡിഗ്രി ആണെന്ന് തന്നു. അത് പാസ് ചെയ്യുന്ന പോയിൻറ്റ് 15 mm ബിലോ ദ ടോപ്പ് ബേസ് തന്നു. അപ്പോൾ ഈ ഡിസ്റ്റൻസ് 15 ആണ്. അപ്പോൾ അതിലൂടെ ഒരു ഹൊറിസോണ്ടൽ തിൻ ലൈൻ വരച്ച് 60 ഡിഗ്രി ഈ ഡയറക്ഷനിലേക്കോ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കോ ഏത് ഡയറക്ഷൻ വേണമെങ്കിലും എടുക്കാം. ഡയറക്ഷൻ സ്പെസിഫൈ ചെയ്യാത്തതുകൊണ്ട് ഞാൻ ഈ ഡയറക്ഷനിലേക്ക് എടുത്തത് എനിക്കിവിടെ സ്പേസ് ഉള്ളതുകൊണ്ടാണ്. സ്പേസ് ഇല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് എടുത്തോളാം. ഇനി രണ്ട് ഡയറക്ഷനിൽ സ്പേസ് ഇല്ലെങ്കിൽ ഇവിടെ സെക്ഷൻ ലൈൻ വരച്ചിട്ട് ട്രൂ ഷേപ്പ് ഇവിടെ കിട്ടുന്ന രീതിയിൽ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് സെക്ഷൻ പോയിന്റ് ലൊക്കേറ്റ് ചെയ്യാം. ടോട്ടൽ 5 സെക്ഷൻ പോയിൻറ്റ്സ് കിട്ടും. കാരണം ഇങ്ങനെയാണ് സെക്ഷൻ പ്ലെയിൻ കട്ട് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഇവിടെ 2 പോയിൻ്റ് കിട്ടും. അടുത്ത 2 പോയിൻ്റ് ഈ രണ്ട് ഫേസ് എഡ്ജസിലാണ്. ഒരു പോയിൻ്റ് ഇവിടെ. ഓക്കെ, അപ്പോൾ ഈ പോയിൻ്റ് 1 കൊടുക്കുകയാണെങ്കിൽ ഇത് 2 എന്ന് കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ബാക്കിലൊരു പോയിൻ്റ് ഉണ്ട്. ഇത് 3 എന്ന് കൊടുക്കുന്നു. ഇതിൻ്റെ ബാക്കിലത്തെ ഈ പോയിൻ്റ് 4, ഇവിടെയുള്ള പോയിൻ്റ് 5. അങ്ങനെ ആകുമ്പോൾ ഓർഡറിൽ പോയിൻ്റ് കിട്ടും. അങ്ങനെ ഓർഡർ ചെയ്യണം നിർബന്ധമൊന്നുമില്ല. 1 2 3 4 5 ഇത് 1, ഇവിടെ 2 3 4 5 എന്നൊക്കെ കൊടുക്കാം. അപ്പോൾ ഇവിടെ ഒരു ഓർഡറിൽ കിട്ടില്ല എന്ന് മാത്രം. ആൻസർ ശരിയായിരിക്കും. ഇനി ഇത്രയും പോയിൻറ്റ്സ് ലൊക്കേറ്റ് ചെയ്യുന്നതിലൂടെ ഇതിന് സിമ്പിൾ ക്വസ്റ്റ്യന് 5 മാർക്കാണ് യൂഷ്വലി 5 to 6 മാർക്കാണ് ഉണ്ടാകുക. ഈ സെക്ഷൻ പ്ലെയിൻ ലൊക്കേറ്റ് ചെയ്ത് സെക്ഷൻ ലൈൻ വരച്ച് സെക്ഷണൽ ഫ്രണ്ട് വ്യൂ പോയിൻറ്റ്സ് കാണുന്നതിന് 3 മാർക്സാണ് യൂഷ്വലി ഉണ്ടാകാറുള്ളത്. 8 മാർക്സ് കിട്ടും ടോട്ടൽ. നെക്സ്റ്റ് സെക്ഷണൽ ടോപ്പ് വ്യൂ. സെക്ഷണൽ ടോപ്പ് വ്യൂ വരയ്ക്കാൻ വളരെ എളുപ്പമാണ്. ഈ പോയിൻ്റ് ഈ വെർട്ടിക്കൽ ലൈനാണ്. ഈ വെർട്ടിക്കൽ ലൈൻ ടോപ്പ് വ്യൂ ഒരു പോയിൻ്റ് ആയിട്ടാണ് കാണുന്നത്. അതായത് AP ലൈൻ ഒരു പോയിൻ്റ് ആയിട്ടാണ് കാണുന്നത്. ആ ലൈനിൽ തന്നെ പോയിൻ്റാണ് 1. ദർഫോർ 1 ഇവിടെ കിട്ടും. 2 അതേപോലെ തന്നെ ഇവിടെ കിട്ടും. 5 ഇവിടെ കിട്ടും. ഇതൊക്കെ വെർട്ടിക്കൽ ലൈനിലാണുള്ളത്. 3ഉം 4ഉം ആണ് ലൊക്കേറ്റ് ചെയ്യാനുള്ളത്. 3 BCയിലാണ്, 4 CD-യിലാണ്. ഓക്കെ, അപ്പോൾ താഴേക്ക് പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ BCയിൽ 3ഉം DCയിൽ 4ഉം കിട്ടും. 1 2 3 4 5 തിക്ക് ലൈൻ യൂസ് ചെയ്ത് ജോയിൻ ചെയ്യുക. 45 ഡിഗ്രി തിൻ ലൈൻസ് യൂസ് ചെയ്ത് ഹാച്ച് ചെയ്യുക. അങ്ങനെ സെക്ഷണൽ ടോപ്പ് കംപ്ലീറ്റ് ചെയ്തു. അതിന് 4 to 5 മാർക്സ് ആണ് യൂഷ്വലി കാണാറുള്ളത്. നെക്സ്റ്റ് ലാസ്റ്റ് സ്റ്റെപ്പ് ട്രൂ ഷേപ്പ് വരയ്ക്കണം. ട്രൂ ഷേപ്പ് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഈ സെക്ഷൻ ലൈന് പാരലായിട്ട് ഒരു ലൈൻ കൺസിഡർ ചെയ്തു. ആ ലൈനിലേക്ക് ഓരോ പോയിൻറ്റ്സും, അതായത് 5 പോയിൻറ്റ്സിനും പെർപെൻഡിക്കുലർ ലൈൻസ് വരയ്ക്കുന്നു. XY ലൈനിൽ നിന്ന് 1ലേക്കുള്ള ഡിസ്റ്റൻസ്
x1 y1 എടുക്കുമ്പോൾ ഇവിടെ 1 കിട്ടും. അങ്ങനെ 2 3 4 5 കംപ്ലീറ്റ് ചെയ്യുന്നു. അവിടെ തിൻ ലൈൻ യൂസ് ചെയ്ത് ഹാച്ച് ചെയ്യുന്നു. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ യൂഷ്വലി 5 to 6 മാർക്സ് ആണ് ട്രൂ ഷേപ്പിന് കിട്ടാറുള്ളത്. 2 to 3 ലാസ്റ്റ് ആൻസർ കീയിലാണെങ്കിൽ 4 മാർക്സ് വരെ നീറ്റ്നെസ് ആൻഡ് ഡയമെൻഷൻ വന്നിട്ടുണ്ട്. ഡയമെൻഷൻ ചെയ്യുക. അത് 2 വരുമ്പോൾ അത് എക്സ്ട്രാ വരുന്ന മാർക്ക് ഇതിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോകും. ഓക്കെ. ഇനി നേരത്തെ ഞാൻ പറഞ്ഞതാണ് പാരലൽ ടു വി പി പാരലൽ ടു എക്സ് വൈ ലൈനായിട്ട് എടുത്തു കഴിഞ്ഞാൽ അത് ആൻസർ കീനെ ഡിപ്പെൻഡ് ചെയ്യും. വാല്യൂ ചെയ്യുന്ന എക്സാമിനറെയും ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ. 0 കൊടുക്കേണ്ട ആൻസർ കീ വന്നിട്ടുണ്ട്. അതേപോലെ മാക്സിമം 7 കൊടുക്കാവുന്ന രീതിയിലുള്ള ആൻസർ കീയും വന്നിട്ടുണ്ട്. Question number 6. Draw the development of the lateral surfaces of the hexagonal pyramid of base of side 25 mm and altitude 60 mm which is resting vertically on its base on the ground with the two of the sides of the base perpendicular to VP. ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഹെക്സഗണൽ പിരമിഡ് resting on its base on HP such that two of the base sides of the pyramid perpendicular to VP. അതായത് രണ്ട് എഡ്ജസ് വി പിക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന രീതിയിലാണ് റെസ്റ്റ് ചെയ്തിരിക്കുന്നത് ഗ്രൗണ്ടിൽ, അതായത് എച്ച് പിയിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഹെക്സഗൺ ഇതേ രീതിയിൽ തന്നെ വരയ്ക്കണം. ഹെക്സഗൺ ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ അതാണ് ഈ ക്വസ്റ്റ്യൻ്റെ ഒരു പ്രത്യേകത. കാരണം ഇത് ഇത്രയും സിമ്പിളായിട്ടൊരു ക്വസ്റ്റ്യൻ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലും ഡെവലപ്മെൻറ്റ് ചോദിച്ചിട്ടില്ല. ബട്ട് അത് ഞാൻ പറയാം. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ വരയ്ക്കരുത്. ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ സിമ്പിൾ പൊസിഷൻ തെറ്റാണ്. ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന ആ സിമ്പിൾ പൊസിഷൻ അല്ല നമ്മൾ വരച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന പൊസിഷൻ മാറിയിട്ടാണ് വരച്ചിരിക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ വരയ്ക്കുക. ഹെക്സഗൺ വരയ്ക്കുക. 2 ബേസ് എഡ്ജസ് എക്സ് വൈ ലൈന് പെർപെൻഡിക്കുലറായി വരുന്ന രീതിയിൽ അതിൻ്റെ ABCDEFO ലൊക്കേറ്റ് ചെയ്യുക. ഫ്രണ്ട് വ്യൂ കംപ്ലീറ്റ് ചെയ്യുക. ഇനി ഡെവലപ്മെൻറ്റ് നമുക്കറിയാം. ഡെവലപ്മെൻറ്റ് ഓഫ് എ പിരമിഡ് ഈസ് എ സെക്ടർ ഓഫ് റേഡിയസ് ഈക്വൽ ടു ട്രൂ ലെങ്ത് ഓഫ് ദ ഫേസ് എഡ്ജ് ഓർ സ്ലാൻഡ് എഡ്ജ്. ഓക്കെ. ഇങ്ങനെ റെസ്റ്റ് ചെയ്യുമ്പോൾ ഇതിലത്തെ 6 ഫേസ് എഡ്ജസും ഫ്രണ്ട് വ്യൂവിൽ ട്രൂ ലെങ്ത് തരില്ല. കാരണം ഇവിടെ ഈ ലൈൻ ആണ് നമ്മൾ എൻഡിൽ കാണുന്നത്. ഈ 2 ലൈനും ഒരു ലൈനായിട്ട് ഈ എൻഡിൽ കാണുന്നു. ഈ 2 ലൈൻസും ഈ സൈഡിലും കാണുന്നു. ഇത് 4 ലൈൻസും ഇങ്ങനെയാണ് വരുന്നത്. അതായത് ഇൻക്ലൈൻ ടു ബോത്ത് എച്ച് പി ആൻഡ് വി പി ആണ്. അതുകൊണ്ട് ഫ്രണ്ട് വ്യൂവിൽ ട്രൂ ലെങ്ത് ആയിരിക്കില്ല. ഇവിടെ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഇവിടെ OC എക്സ് വൈ ലൈൻ ഇൻക്ലൈൻഡ് ആണ്. OD എക്സ് വൈ ലൈൻ ഇൻക്ലൈൻഡ് ആണ്. അതിൻ്റെയൊക്കെ ഫ്രണ്ട് വ്യൂ എക്സ് വൈ ലൈൻ ഇൻക്ലൈൻഡ് ആണ്. ഒരു ലൈനിൻ്റെ ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ എക്സ് വൈ ലൈൻ ഇൻക്ലൈൻഡ് ആകുന്നത് ലൈൻ ഇൻക്ലൈൻഡ് ടു ബോത്ത് എച്ച് പി ആൻഡ് വി പി ആകുമ്പോഴാണ്. അങ്ങനത്തെ കണ്ടീഷനിൽ ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂവും രണ്ടും ട്രൂ ലെങ്ത് തരില്ല. അതുകൊണ്ട് O'C' O'A'O എടുത്തിട്ട് ഇവിടെ ആർക്ക് വരച്ചിട്ട് 25 mm സൈഡ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് തെറ്റാണ്. കാരണം അത് ഡെവലപ്മെൻറ്റ് ഇവിടെ നമ്മൾ ട്രൂ ലെങ്ത് അല്ല എടുത്തിരിക്കുന്നത്. ഓക്കെ. അത് തന്നെയാണ് ഈ ക്വസ്റ്റിൻ്റെ ഹൈലൈറ്റും. ഇത്രയും സിമ്പിൾ ആണെങ്കിലും വലിയൊരു പ്രശ്നം കിടക്കുന്നുണ്ട്. ഇതിൻ്റെ സ്കീം എങ്ങനെ വരുന്നും പറയാൻ പറ്റില്ല. കാരണം യൂഷ്വലി ഇതിൻ്റെ കൂടെ സെക്ഷൻ വരും. ആ സെക്ഷനൊരു മാർക്ക് ഉണ്ടാവും. ആ സെക്ഷൻ പോയിൻറ്റ്സ് ഡെവലപ്മെൻറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അതിനൊരു മാർക്കുണ്ട്. അങ്ങനെ ടോട്ടൽ 4 സ്റ്റെപ്സ് ആയിട്ടാണ് ചെയ്യുക. അതായത് ടോപ്പ് വ്യൂ, ഫ്രണ്ട് വ്യൂ, സെക്ഷൻ, കംപ്ലീറ്റ് സോളിൻ്റെ ഡെവലപ്മെൻറ്റ്, പിന്നെ ഈ സെക്ഷൻ പോയിൻറ്റ്സിന് ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അങ്ങനെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വന്നിരിക്കുന്നത്. ബട്ട് ഇവിടെ ഇതിൽ 2 സ്റ്റെപ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇതിന് 10 മാർക്ക് ഇതിന് 10 മാർക്ക് എന്നാണോ ഏത് രീതിയിലാണ് വരുന്നത് പറയാൻ പറ്റില്ല. എനിവേ ഇത്രയും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ മാർക്ക് കിട്ടും. വളരെ പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാനും പറ്റും. ഇനി ഇവിടെ ഈ രീതിയിൽ തന്നെ എടുത്തിട്ട് ട്രൂ ലെങ്ത് എടുത്തില്ലെങ്കിൽ ഇതിൻ്റെ മാർക്ക് കിട്ടും. സിമ്പിൾ പൊസിഷൻ്റെ മാർക്ക് കിട്ടും. ഇത് കിട്ടില്ല. ഇനി ഇങ്ങനെ വരച്ചു. അതായത് 2 ബേസ് എഡ്ജ് പാരലൽ ടു വി പി വരുന്ന രീതിയിൽ, പാരലൽ ടു എക്സ് വൈ ലൈൻ വരുന്ന രീതിയിൽ വരച്ച് കഴിഞ്ഞാൽ ആൻസർ ഇത് സെയിം ആയിരിക്കും. ഓക്കെ. അപ്പോൾ ആ കേസിൽ എങ്ങനെ മാർക്ക് കൊടുക്കും? അതും ആ കേസിൽ മാർക്ക് കൊടുക്കണം എന്നാണ് എൻ്റെ പേഴ്സണലായിട്ട് അഭിപ്രായം. ഡ്രാഫ്റ്റ് ആൻസർ കീ വരുമ്പോൾ ഞാനത് റിപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. കാരണം ചോദിച്ചിരിക്കുന്നത് ഫൈനൽ ക്വസ്റ്റ്യൻ ഈ ഒരു ഹെക്സഗണൽ പിരമിഡിൻ്റെ ഡെവലപ്മെൻറ്റാണ്. അത് ഇങ്ങനെ റെസ്റ്റ് ചെയ്താലും ഇങ്ങനെ റെസ്റ്റ് ചെയ്താലും ഫൈനൽ ആൻസർ സെയിമാണ്. പിന്നെ സെക്ഷൻ വരുമ്പോഴാണ് ഈ പൊസിഷൻ അതേപോലെ എടുക്കേണ്ടത്. കാരണം സെക്ഷൻ വരുമ്പോൾ നമ്മൾ ഈ രീതിയിൽ സൈഡ് പാരലായിട്ട് വരച്ച് കഴിഞ്ഞാൽ ആൻസർ തെറ്റും. കാരണം പൊസിഷനിലേക്ക് മാറുമ്പോൾ സെക്ഷണൽ പോയിൻറ്റ്സ് ഒക്കെ മാറിയിട്ടുണ്ടാവും. സെക്ഷൻ ഷേപ്പ് മാറിയിട്ടുണ്ടാവും. അതുകൊണ്ട് അത് തെറ്റാണ്. ബട്ട് ഇവിടെ സെക്ഷനും തരാത്തതുകൊണ്ട് ഈ ആൻസർ കിട്ടണമെങ്കിൽ എഡ്ജ് പാരലായി വരച്ച് കഴിഞ്ഞാലും ആൻസർ കിട്ടും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാലും കൺസിഡർ ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം.